ഹരേ രാമ ഹരേ കൃഷ്ണ. രാമായണ മാസമാണല്ലോ. അതുകൊണ്ട് നമുക്ക് രാമായണത്തിലെ ഒരു കഥ പറയാം. രാമായണത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ അധ്യായങ്ങളിലൊന്നാണ് അയോധ്യാകാന്ഡത്തിലെ ഭരതന്റെ ദുഃഖവും അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ പ്രവർത്തികളും. ഒന്ന് കേൾക്കാം. രാമൻ വനവാസത്തിന് പോയതറിഞ്ഞ ഭരതൻ അഗാധമായ ദുഃഖത്തിലാഴുന്നു. താൻ കാരണം രാമന് ഇങ്ങനൊരു ദുർവിധി നേരിട്ടല്ലോ എന്ന ചിന്ത അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടി. രാജ്യം ഭരിക്കാൻ അവകാശമുണ്ടായിട്ടും ധർമ്മനിഷ്ഠനായ ഭരതൻ ആ സിംഹാസനം നിരസിക്കുകയും രാമനെ കാട്ടിൽ നിന്നും തിരികെ കൊണ്ടുവരാൻ ദൃഢനിശ്ചയം ചെയ്യുകയും ചെയ്തു. ഭരതൻ വലിയൊരു സൈന്യത്തോടും കൂടി രാമനെ തേടി കാട്ടിലേക്ക് യാത്രയായി. രാമനെ കണ്ടെത്തുകയും അദ്ദേഹത്തെ അയോധ്യയിലേക്ക് തിരികെ കൊണ്ടുവരാൻ അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ പിതാവായ ദശരഥന് നൽകിയ വാക്ക് പാലിക്കാനുള്ള ദൃഢനിശ്ചയത്തിൽ രാമൻ ഉറച്ചുനിന്നു. 14 വർഷത്തെ വനവാസം പൂർത്തിയാക്കാതെ തിരികെ വരാൻ അദ്ദേഹം വിസമ്മതിച്ചു. രാമന്റെ തീരുമാനം മാറ്റാൻ സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ ഭരതൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. രാമന്റെ പാദുകങ്ങൾ തനിക്ക് നൽകണമെന്ന് അദ്ദേഹം അപേക്ഷിച്ചു. ആ പാദുകങ്ങളെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് രാമന്റെ പ്രതിനിധിയായി താൻ രാജ്യം ഭരിക്കാമെന്നും രാമന്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുമെന്നും ഭരതൻ ഉറപ്പു നൽകി. ഭരതന്റെ ഈ ത്യാഗവും ഭക്തിയും രാമനെ അത്യധികം സന്തോഷിപ്പിച്ചു. രാമന്റെ പാദുകങ്ങളുമായി ഭരതൻ അയോധ്യയിലേക്ക് മടങ്ങി. അയോധ്യയിൽ തിരിച്ചെത്തിയ ഭരതൻ ആ പാദുകങ്ങളെ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് അതിന് രാജകീയ ബഹുമതികൾ നൽകി. താൻ രാജാവല്ലെന്നും രാമന്റെ പാദരക്ഷകളുടെ സംരക്ഷകൻ മാത്രമാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഒരു തപസ്വിയെപ്പോലെ ലളിതജീവിതം നയിച്ചുകൊണ്ട് ഭരതൻ രാജ്യം ഭരിച്ചു. രാമന്റെ മടങ്ങിവരവിനായി ഓരോ നിമിഷവും കാത്തിരുന്നു. ഭരതന്റെ ഈ പ്രവൃത്തി അധികാരത്തോടുള്ള ആർത്തി ഇല്ലാത്ത ധർമ്മനിഷ്ഠനായ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി നിലകൊള്ളുന്നു. ഭരതന്റെ കഥ നമുക്ക് നൽകുന്ന ഒരു സന്ദേശം വളരെ വലുതാണ്. അധികാരത്തോടുള്ള ആസക്തി വെടിഞ്ഞ് ധർമ്മത്തെ മുറുകെ പിടിക്കുന്ന ഒരു ഭരണാധികാരിയുടെ മാതൃകയാണ് ഭരതൻ. സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവർക്കായി ത്യാഗം ചെയ്യാനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും നീതിയും ധർമ്മവും ഉയർത്തിപ്പിടിക്കാനും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ഭരതന്റെ ഭക്തിയും സ്നേഹവും സത്യസന്ധതയും എന്നും നമുക്ക് പ്രചോദനമാകേണ്ടതാണ്. സ്വന്തം സുഖസൗകര്യങ്ങളെക്കാൾ ഉപരി കടമയ്ക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളുന്നതാണ് യഥാർത്ഥ മാതൃക എന്ന് ഭരതൻ തെളിയിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണം.